വിക്ടേഴ്സിൻ്റെ 33ാമത്തെ ക്ലാസ് 4ാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അപ്പോൾ ഇതുവരെ നമ്മൾ ഇലക്ട്രിസിറ്റി മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കയറുകയാണ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മാഗ്നറ്റിസം ആണ് ടോപ്പിക്. നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. റിസ്റ്റഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഡാനിഷ് പ്രൊഫസർ ഇൻ ഫിസിക്സ് ഒരു ക്ലാസ് റൂം ഡെമോൺസ്ട്രേഷനിൽ ഒരു വയറിലൂടെ ഒരു കറണ്ട് കടന്നു പോകുമ്പോൾ അതിനടുത്തിരുന്ന ഒരു കോമ്പസ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തി. അതാണ് ആദ്യമായിട്ട് കറണ്ടും മാഗ്നറ്റിസവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നത്. പിന്നീട് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുമ്പോൾ കോമ്പസിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ മാറുന്നു എന്നും കറണ്ടിൻ്റെ സ്ട്രെങ്ത്ത് റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡിഫ്ലക്ഷൻ്റെ സ്ട്രെങ്ത്ത് കൂടുകയും കുറയുകയും ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ആ എക്സ്പെരിമെൻ്റ് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് റെസ്റ്റഡ് എത്തിയ കൺക്ലൂഷൻ ഇതാണ്: മൂവിങ് ചാർജസ് അല്ലെങ്കിൽ കറണ്ട്, മൂവിങ് ചാർജിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയാം, പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദി സറൗണ്ടിങ് സ്പേസ്. ഒരു കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുമ്പോൾ അല്ലെങ്കിൽ ചാർജസ് മൂവ് ചെയ്യുമ്പോൾ അതിനു ചുറ്റും ഉള്ള സ്പേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അത് ചാർജ് കറണ്ടിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വലിയ സ്ട്രെങ്ത് ഉള്ള കറണ്ട് ആണെങ്കിൽ വലിയ ഏരിയയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, കുറഞ്ഞ സ്ട്രെങ്ത് ആണെങ്കിൽ കുറഞ്ഞ ഏരിയയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇനി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള വ്യത്യാസം ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് പോയിന്റുകളാണ് കേട്ടോ. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ചാർജാണ് അല്ലേ, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ഈ കേസിൽ ഇലക്ട്രിക് കറണ്ട് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കറണ്ട് എലിമെൻ്റ് ആണ്. കറണ്ട് എലിമെൻ്റ് എന്ന് പറയുന്നത് കറണ്ട് എന്നല്ല പറഞ്ഞത്, കറണ്ട് എലിമെൻ്റ് എന്നാണ്. അതായത് കറണ്ട് ഒഴുകുന്ന ആ ലെങ്ത്ത്, കണ്ടക്ടറിൻ്റെ ആ ലെങ്ത്ത്, കറണ്ടിൻ്റെ ആ ഡിസ്പ്ലേസ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ കറണ്ട് എലിമെൻ്റ് എന്ന് വിളിക്കുക. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന സോഴ്സ്, അതായത് ചാർജ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന സോഴ്സ്, അതായത് ഇലക്ട്രിക് എലിമെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കറണ്ട് എലിമെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്കറിയാം, പോസിറ്റീവിൽ നിന്ന് പുറപ്പെട്ട് ദൂരേക്ക് പോകും. പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ഫീൽഡിലേക്ക് എവിടെയോ ഉള്ള നെഗറ്റീവ് ഫീൽഡിൽ വന്ന് അവസാനിക്കും. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അങ്ങനെയല്ല. നിങ്ങൾക്കറിയാം, ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ പേപ്പറിൽ ഒരു കുറച്ച് കാന്തത്തിൻ്റെ പൊടി ഇട്ടിട്ട് അതിൻ്റെ താഴെ ഒരു കാന്തം വെച്ച് ഇങ്ങനെ പേപ്പർ ഇളക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ആ കാന്തത്തിൻ്റെ പൊടികൾ ഒരു പ്രത്യേക രൂപത്തിലാണ് എന്ത് ചെയ്യുക, ആ പേപ്പറിൽ അലൈൻ ചെയ്യുക. അതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു പോളിൽ നിന്ന് തുടങ്ങി മറ്റൊരു പോളിൽ അവസാനിക്കുന്ന രീതിയിലാണ് ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. അതായത് നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ അവസാനിച്ച് ഈ മാഗ്നറ്റിനകത്ത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്? ക്ലോസ്ഡ് ലൂപ്പാണ്. നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ അവസാനിച്ച് ഇതിനകത്ത് സൗത്തിലൂടെ പോയി നോർത്തിൽ അവസാനിക്കുന്ന രീതിയിൽ ക്ലോസ്ഡ് ലൂപ്പാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തല്ല? ക്ലോസ്ഡ് ലൂപ്പ് അല്ല. എങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വെക്ടേഴ്സിനെയും നമ്മൾ ഇതുപോലെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് കാണിക്കും. വെക്ടറിൻ്റെ മുകളിൽ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടാണല്ലോ കാണിക്കുക. അപ്പോൾ അതേ ആരോ ആണിത്. ഈ ആരോയിനെ നമ്മൾ തിരിച്ചു പിടിച്ചാൽ, അതായത് ഈ ആരോയെ നമ്മളൊരു പേപ്പറിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്താൽ നമ്മൾ കാണുന്ന ആരോയുടെ ഭാഗം എന്തായിരിക്കും? ഇതിൻ്റെ ബാക്ക് ഭാഗമായിരിക്കും. അപ്പോൾ അതിന് ഈ ഒരു ഷേപ്പാണ് ഉണ്ടാവുക, ഒരു ഇൻറ്റു എഴുതിയ ഷേപ്പാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇൻറ്റു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ സിമ്പൽ ഉപയോഗിക്കുന്നത്. വെക്റ്റർ ഡയറക്റ്റഡ് ഇൻറ്റു ദി പ്ലെയിൻ ഓഫ് ദ സ്ക്രീൻ അല്ലെങ്കിൽ ഇൻറ്റു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ. അപ്പോൾ ആ ആരോയെ നമ്മൾ അതിലേക്ക് കുത്തി ഇറക്കുകയാണ്. അപ്പോഴാണല്ലോ ഇൻറ്റു അകത്തേക്ക് പോകുക. അപ്പം നമ്മൾ ലാസ്റ്റ് കാണുന്ന ഭാഗം എന്തായിരിക്കും? ഈ ഇൻറ്റു ഭാഗമായിരിക്കും. ഇനി പുറമേക്ക് വരുമ്പോഴോ ആ സ്ക്രീനിൽ നിന്ന് ആ വെക്ടർ പുറത്തേക്ക് വരികയാണ്, ആ ആരോ പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആ ആരോയിൻ്റെ ടിപ്പാണ് കാണുക അല്ലേ. അപ്പോൾ അത് ഇതുപോലൊരു കുത്തായിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് എ വെക്ടർ ഡയറക്റ്റഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ സ്ക്രീൻ അല്ലെങ്കിൽ പേപ്പർ നമ്മളിങ്ങനെ കാണിക്കുന്നത്.
ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്ത് വെക്കണം. നമുക്ക് ഈ ചാപ്റ്ററുകളിൽ മാഗ്നറ്റിസം ചാപ്റ്ററുകളിലുടനീളം നമുക്ക് ഈ ഡയറക്ഷൻ ആവശ്യമുണ്ടാകും. അപ്പോൾ ഇൻറ്റു എന്നിട്ടാൽ അത് ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ എന്നും, ഒരു കുത്തിട്ടിടുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഔട്ട്സൈഡ് ദ പേപ്പർ എന്നും വേണം മനസ്സിലാക്കാൻ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾ ഇത് വേണം, ഇങ്ങനെ വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. ഇൻറ്റു എന്നിട്ടാൽ അത് പുറമേക്ക് വരുന്നു, ഇൻറ്റു എന്നിട്ടാൽ അത് അകത്തേക്ക് പോകുന്നു എന്നും, ടിപ്പ് ഒരു ഡോട്ട് ഇട്ടാൽ അത് പുറമേക്ക് വരുന്നു എന്നുമാണ് അർത്ഥം. നമ്മൾ ആദ്യം പഠിച്ച ഒരു ടോപ്പിക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി, സ്റ്റേഷനറി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിലുള്ള ഡയറക്ഷൻ, ഇത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് ഈ ഡയറക്ഷൻ വരയ്ക്കാൻ വേണ്ടി. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ് ആദ്യത്തെ ആരോ മാർക്കുകളിലൂടെ കാണിച്ചിട്ടുള്ളത്. അവിടെ ഒരു പ്ലസ് ക്യൂ വെക്കുകയാണെങ്കിൽ ആ പ്ലസ് ക്യൂ ചാർജിന്റെ മുകളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ. പ്ലസ് ക്യൂ ആവുമ്പോൾ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, മൈനസ് ക്യൂ ആവുമ്പോൾ ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എഫ് ഇലക്ട്രിക് ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇ. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആട്ടോ, എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മൂവിങ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മുകളിലുള്ള ഫോഴ്സ് എന്തിന്റെ മുകളിലെല്ലാം ഡിപ്പെൻഡ് ചെയ്യും എന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ എന്താണ് കണ്ടത്? ദ ഫോഴ്സ് ഓൺ ദി മൂവിങ് ചാർജസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the magnitude of strength of magnetic field, F proportional to B, directly proportional to magnitude of charge, F proportional to Q, directly proportional to component of velocity in the direction perpendicular to the direction of magnetic field. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ വെലോസിറ്റിയിലാണല്ലോ, മൂവിങ് ചാർജ് അല്ലേ, അപ്പോൾ വെലോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ വെലോസിറ്റിക്ക് ചിലപ്പോൾ വെലോസിറ്റി ഏതെങ്കിലും ഡയറക്ഷനിലാണെങ്കിൽ വെലോസിറ്റി നമ്മൾ റിസോൾവ് ചെയ്യും. ഏതൊക്കെ കമ്പോണന്റ് ആയിട്ടാണ്? കോസ് തീറ്റയും സൈൻ തീറ്റ ആയിട്ട് റിസോൾവ് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ് സൈൻ തീറ്റ കമ്പോണന്റ് ആണ്. അപ്പോൾ അതിന്റെ മുകളിലും ഈ ചാർജ് ഫോഴ്സ് ഓൺ ദി ചാർജ് ഡിപ്പെൻഡ് ചെയ്യും. എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു വി സൈൻ തീറ്റ. എല്ലാം കൂടെ ചേർക്കുമ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ ഓർ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ബി വി സൈൻ തീറ്റ. കെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്, വാല്യൂ 1 ആണ്. അപ്പോൾ എഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ടാണ് എഫ് മാഗ്നറ്റ് നേടിയത്, എഫ് മാഗ് നേടിയത് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. നമുക്കറിയാം സൈൻ തീറ്റ എന്ന് കാണുകയാണെങ്കിൽ നമുക്കതിനെ എന്താക്കി എഴുതാം? ക്രോസ് പ്രൊഡക്റ്റ് ആക്കി എഴുതാം. അപ്പോൾ അത് വെക്റ്റർ ആയിട്ട് മാറും. എഫ് മാഗ്നറ്റിക് വെക്റ്റർ കണ്ടോ, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ക്യൂ ചാർജ് ആണ്, സ്കെയിലാർ ആണ്. വിയും ബിയും എന്താണ്? വെക്ടേഴ്സ് ആണ്. വെലോസിറ്റി ഇസ് എ വെക്റ്റർ, മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ വെക്റ്റർ. വി ക്രോസ് ബി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ എന്ന് ഇലക്ട്രിക് ഫീൽഡ് പറയുന്നത് പോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡിൽ ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ്ഡ് പാർട്ടിക്കിൾ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. അപ്പോൾ നമുക്കറിയാം ക്രോസ് പ്രോഡക്റ്റ് അത് ഒരു കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഒരു വെക്റ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ടാവും? ഒരു ഡയറക്ഷൻ ഉണ്ടാകും. ഏതുപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഡയറക്ഷൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താ പറയുന്നത്? കേൾ ഓഫ് ദ റൈറ്റ് ഹാൻഡ് ഫോളോസ് ദ ഡയറക്ഷൻ ഫ്രം വി ടു ബി, ദെൻ എക്സ്റ്റെൻഡഡ് തമ്പ് പോയിന്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ ക്രോസ് പ്രോഡക്റ്റ്. അതായത് റൈറ്റ് തമ്പ് പിടിക്കുക, അതിൽ റൈറ്റ് തമ്പിൽ ഇതാ കേൾ എന്ന് പറയുന്നത് ഈ വട്ടാണ്, ഇതാണ് തമ്പ് മുകളിലേക്കാക്കി പിടിച്ചു. അപ്പോൾ വിയിൽ നിന്നും ബിയിലേക്ക്, ബി ക്രോസ് ബി എന്നല്ലേ പറഞ്ഞു. അപ്പോൾ വിയിൽ നിന്നും ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ തമ്പ് എങ്ങോട്ടാ പോവുക? മുകളിലേക്കാ പോവുക. അപ്പം ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ട്? ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് തമ്പ്. അപ്പം മുകളിലേക്കാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അതാണ് ഇത് കണ്ടോ, വിയിൽ നിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോഴ്സ് മുകളിലെ ഡയറക്ഷനിൽ ഉണ്ടാവും. ഇതൊക്കെ ഇതുപോലെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വി ക്രോസ് ബി, ഇതാ ഈ രണ്ടാമത്തെ ഈ ചിത്രം നോക്കൂ. വി ക്രോസ് ബി കണ്ട, ഇത് ഉള്ളിലേക്കാണ്, ഇങ്ങനെയാണ് പറയുന്നത്. വിയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ വിയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടോ, ഇങ്ങോട്ടേക്കാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇനി ബിയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണിത്. ഇനി അടുത്തത് എന്താണ്? ഇതാ പുറമേ കൂടിയാണ്. ബിയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഉള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ അതാണിത്. ബിയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഉള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ.
F is equal to Q into V cross B. F is equal to QVB sin theta. കണ്ടോ ഇവിടെ നോക്കൂ ബിയിൽ നിന്ന് ബിയിലേക്ക് ഇതാ കണ്ടോ ബിയിൽ നിന്ന് ബിയിലേക്ക് എങ്ങോട്ടേക്ക് വരും പുറത്തേക്ക് വരും കണ്ടോ ഇതാ ഫോഴ്സിന്റെ ഡയറക്ഷൻ പുറത്തേക്ക് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ ഈ ഇക്വേഷൻ F magnetic force F mag is equal to QVB sin theta ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുക സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to QVB sin theta ഇനി നിങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം വിയും ബിയും എന്താണ് V perpendicular V force perpendicular to the plane containing V and B. F is equal to QVB sin theta ആണ്. അപ്പോൾ V cross B ആണ്. V യും B യും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആരുണ്ടാവുക ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഡസ് നോ വർക്ക്. അതെന്തുകൊണ്ടാ എങ്ങനെ വർക്ക് കാണാം W is equal to F dot S അല്ലേ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ FS കോസ് തീറ്റ. ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഏതിന്റെ ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലായിരിക്കുമല്ലോ. അപ്പോൾ F മാഗ്നറ്റിക് എന്ന് പറയുന്നത് എന്താണ് W is equal to F dot S എന്ന് പറയുന്നത് FS കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ എല്ലായ്പ്പോഴും ഫോഴ്സും വെലോസിറ്റിയും എന്താണ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് അല്ലെ ഫോഴ്സും വെലോസിറ്റിയും എല്ലായ്പ്പോഴും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എല്ലായ്പ്പോഴും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെന്നാണ് അർത്ഥം. അപ്പോൾ F dot S എന്നുള്ള ഇക്വേഷൻ എന്താവും W is equal to FS cos 90 എന്ന് വരും. FS cos 90 എന്താണ് 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഒരു വർക്കും ചെയ്യില്ല ഡസ് നോ വർക്ക് സിൻസ് F mag ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി വെലോസിറ്റി വെക്ടർ. അതേ വെലോസിറ്റി വെക്ടർ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും ഉണ്ടാവുക. അതുകൊണ്ട് എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഡസ് നോ വർക്ക്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അത്. ഈ വ്യത്യസ്ത കേസുകൾ നമുക്കറിയാലോ ചാർജ് റെസ്റ്റിലാണെങ്കിൽ F is equal to Q into V cross B. B is equal to 0 ആവും. അപ്പോൾ F is equal to എന്താവും 0 ആവും. വിയും ബിയും പാരലലോ ആന്റി പാരലലോ ആയാൽ എന്താണ് പാരലൽ ആണെങ്കിൽ തീറ്റ is equal to 0 ആന്റി പാരലൽ ആണെങ്കിൽ തീറ്റ equal to 180 ഡിഗ്രി. അപ്പോൾ F is equal to QVB sin 0 ആയാലും 0 sin 180 ആയാലും 0. അപ്പോൾ രണ്ട് കേസിലും 0. അപ്പോൾ എന്താണ് അതിന് മനസ്സിലാവുന്നത് മാഗ്നറ്റിക് ഫീൽഡ് cannot exert a force on a particle. കേട്ടോ അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് ഫോഴ്സ് ഇല്ല. പക്ഷെ ഇലക്ട്രിക് ഫീൽഡിന് ഉണ്ടായിരുന്നു F equal to QE അല്ലേ നമ്മൾ കണ്ടില്ലേ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ എന്തുണ്ടാവില്ല ആ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആ പാർട്ടിക്കിള് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ ഈ രണ്ട് കേസിലും മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഫോഴ്സും ആ പാർട്ടിക്കിളിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യില്ല. ഇനി മൂന്നാമത്തെ കേസ് എന്താണ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ്. ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. BQV sin 91 ഫോഴ്സസ് മാക്സിമം. അപ്പോൾ മാക്സിമം ഫോഴ്സ് ഉണ്ടാവും. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഉള്ള ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ മുകളിൽ മാക്സിമം ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ഈ മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കാണിക്കാനുള്ള SI യൂണിറ്റ് ടെസ്ലയാണ്. ക്യാപിറ്റൽ T ആണ് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒരു ടെസ്ലയുടെ ഡെഫിനിഷൻ ഇതിൽ നിന്നാണ് അത് വരുന്നത് F is equal to QVB sin theta. B is equal to F by QV sin theta. F-നെ 1 ന്യൂട്ടൺ ആക്കുക, Q-നെ 1 കൂളംബ് ആക്കുക, വെലോസിറ്റിനെ 1 മീറ്റർ പെർ സെക്കൻഡ് ആക്കുക, തീറ്റയെ എന്ത് ചെയ്യുക 1 ആണല്ലോ സൈൻ തീറ്റ 1 ആക്കുകയാണല്ലോ വേണ്ട. അപ്പോൾ തീറ്റ എന്താവുക 90 ആവുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം എന്താ B is equal to 1 ടെസ്ല. എന്താണ് ഈ പറയുന്ന സാധനം ഇന്റൻസിറ്റി. ഈ പറഞ്ഞ സെന്റൻസ് ആണ്. ഇനി സെന്റൻസ് ഓർമ്മയില്ലെങ്കിൽ ഇക്വേഷൻ എഴുതി എല്ലാത്തിനെയും 1 ആക്കിയാലും മതി. F is equal to QVB sin theta. B is equal to F by QV sin theta.
ആ എഴുതിയ ഇക്വേഷനെ സെന്റൻസ് ആക്കി പറഞ്ഞാൽ എന്താണ്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതിനെയാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ഈസ് സെറ്റ് ടു ബി 1 ടെസ്ല if a charge of 1 coulomb moves perpendicular to the field, magnetic field, with a velocity of 1 meter per second, experiences a force of 1 Newton. അപ്പോൾ എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ടെസ്ലയാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു 1 കൂളംബുള്ള ചാർജ് ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഇടുമ്പോൾ എങ്ങനെ ഇടുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് നീങ്ങുമ്പോൾ ആ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 1 ന്യൂട്ടൺ ആണെങ്കിൽ ആ ചാർജ് ഏത് മാഗ്നറ്റിക് ഫീൽഡിലാണ് ഉള്ളത്? 1 ടെസ്ല മാഗ്നറ്റിക് ഫീൽഡിലാണ് ഉള്ളത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. 1 ടെസ്ല ഒരു വലിയ യൂണിറ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ CGS യൂണിറ്റ് ഉപയോഗിക്കും. CGS യൂണിറ്റ് ഗോസ് ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. SI യൂണിറ്റ് ടെസ്ല, CGS യൂണിറ്റ് ഗോസ്. 1 ഗോസ് is equal to 10⁻⁻⁴ ടെസ്ല. ഇത് പ്രോബ്ലം ചെയ്യാൻ ഈ ഇക്വേഷൻ ആവശ്യം ഉണ്ടാവുക. 1 ഗോസ് is equal to 10⁻⁴ ടെസ്ല. ഈ രണ്ടും ഉണ്ടെങ്കിലും ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഇലക്ട്രിക് ഫീൽഡിലും ഒരു മാഗ്നറ്റിക് ഫീൽഡിലും കൂടിയാണ് നീങ്ങുന്നതെങ്കിൽ എന്തായിരിക്കും ടോട്ടൽ ഫോഴ്സ്? ആ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? F ഇലക്ട്രിക് പ്ലസ് F മാഗ്നറ്റിക്. എന്താ F ഇലക്ട്രിക്? F is equal to QE പ്ലസ് എന്താണ് F മാഗ്നറ്റിക്? Q into V cross B. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ F is equal to Q into E plus V cross B. നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്നാണ് വിളിക്കുക കേട്ടോ. ഇനി ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ തൂക്കിയിടുകയാണ് എന്ന് വിചാരിക്കും. അപ്പോൾ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, ഇതുവരെ നമ്മൾ ഒരു ചാർജിനെയാണ് പറഞ്ഞത്, ഇനി ഒരു ചാർജ് മൂവ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ഒരു കൂട്ടം ചാർജുകൾ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യാണ് അല്ലെ? ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ ഒരു കൂട്ടം ചാർജുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഒരേ ഡയറക്ഷനിൽ. അതാണ് ഇവിടുത്തെ വ്യത്യാസം. നോക്കാം. ആ റോഡിന് കൺസിഡർ എ റോഡ് ഓഫ് യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ, ലെങ്ത് L. അപ്പോൾ അതിന്റെ വോളിയം എന്തായിരിക്കും? AL. അതിലുള്ള മൊബൈൽ ചാർജ് കാരിയേഴ്സ് സാധാരണ ഇതിൽ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അതിന്റെ നമ്പർ ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ നമ്പർ ഡെൻസിറ്റി എന്ന് വിളിക്കുക. അത് സ്മോൾ n ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ, ആ കണ്ടക്ടറിലുള്ള മുഴുവൻ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ഫ്രീ ചാർജ് കാരിയേഴ്സിന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? N into A into L. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് മൊബൈൽ ചാർജ് കാരിയേഴ്സ്. ഇനി അതിന്റെ ചാർജ് എങ്ങനെ കിട്ടും? ടോട്ടൽ നമ്പർ കിട്ടി. എങ്ങനെ ചാർജ് കിട്ടും? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് E ആണ്. അപ്പോൾ ടോട്ടൽ ചാർജ് എങ്ങനെ കിട്ടും? Q is equal to NaLe. ഇനി ഒരു സ്റ്റഡി കറണ്ട് I ഉണ്ടെന്ന് വിചാരിക്കും കണ്ടക്ടിങ് റോഡിൽ. അപ്പോൾ ഈ മൊബൈൽ ചാർജ് കാരിയേഴ്സിന് ഒരു വെലോസിറ്റി ഉണ്ടാവും അല്ലെ? അതിനെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് വിളിക്കുക. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ചാർജ് കാരിയേഴ്സിന് അല്ലെങ്കിൽ ഈ കണ്ടക്ടറിനെ വെച്ചാൽ ഈ ചാർജ് കാരിയേഴ്സിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. എന്താണ് ഫോഴ്സ്? F is equal to Q into V cross B. ഈ Qന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NaLe. Vക്ക് പകരം VD ക്രോസ് B. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. NaLVD ക്രോസ് B. നമുക്കറിയാം VD എന്ന് കണ്ടാൽ തന്നെ VDയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. I is equal to NeaVD. അപ്പോൾ ഇതിലുള്ള ടേംസിലെ ഇതിൽ ആരൊക്കെ ഉണ്ട്? NeaVD. ഇത്രയും ആൾക്കാരെ നമ്മൾ എന്താക്കി മാറ്റി എഴുതി? I എന്നാക്കി മാറ്റി എഴുതി. അപ്പൊ എന്താ കിട്ടുക? F is equal to IL ക്രോസ് B എന്ന് കിട്ടും. ഈ F വെക്ടറാണ്, Bയും വെക്ടറാണ്. I നമുക്കറിയാം കറണ്ട് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. IL എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ കറണ്ട് വെക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറണ്ട് എലിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേസ്മെന്റിൽ അല്ലെങ്കിൽ ഒരു ഗിവൺ ലെങ്ത്തിൽ ഒഴുകുന്ന കറണ്ട് അല്ലെങ്കിൽ ആ ചാർജ് കാരിയേഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ സാധനത്തിന് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ IL എന്നുള്ളതിനെ വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട്, I സ്കെയിലാർ ആണെങ്കിലും IL എന്തായിട്ട് മാറും? ഒരു വെക്ടർ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ചാർജ് കാരിയേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ കറണ്ട് എലിമെന്റ് അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് മാറും. So F is equal to IL cross B, ILB sin theta, where theta is the angle between current element and magnetic field. Direction of Lorentz force ne നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ഇപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കണ്ടുപിടിക്കുക റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ
ലോറൻസ് ഫോഴ്സ്, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, കറണ്ടും ഇതും ഉണ്ടെങ്കിൽ, മറ്റേതിൽ നമ്മൾ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്ത് മാഗ്നറ്റിക് ഫോഴ്സ് മാത്രമേ, മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണല്ലോ വിയും ബിയും എഫും. അതാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചത്. നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് എന്താണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ കണ്ടുപിടിക്കുക, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക. മാഷ് വളരെ കൃത്യമായി ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്, ഓർമ്മിച്ച് വെക്കാൻ എളുപ്പത്തിന്. ഇത് തമ്പ്, ഇത് 4 ഫിംഗർ, മിഡിൽ ഫിംഗറിനെ നമ്മൾ സെൻട്രൽ ഫിംഗർ എന്ന് വിളിക്കും. അപ്പോൾ സി സെൻട്രൽ ഫിംഗറിലൂടെ സി കറണ്ട്, 4 ഫിംഗറിലൂടെ ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തമ്പ് ഗിവ്സ് ദി ത്രസ്റ്റ് ഓർ ഫോഴ്സ്. അപ്പോൾ കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്, ഫോഴ്സ്. സെൻട്രൽ ഫിംഗർ കറണ്ട്, 4 ഫിംഗർ ഫീൽഡ്, തമ്പ് ത്രസ്റ്റ് ഓർ ഫോഴ്സ്. നോക്കിക്കോളൂ, ആ തന്നിട്ടുള്ള ചിത്രത്തിൽ കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണ്. അതുപോലെയാണ് നമ്മളിത് പിടിച്ചിട്ടുള്ളത്. ഡയറക്ഷൻ ഓഫ് കറണ്ട് മുകളിലേക്കാണ്, അതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ഇങ്ങനെയായിരിക്കും അല്ലെ. നീ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, ഡയറക്ഷൻ ഓഫ് കറണ്ട് താഴേക്കാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഇതെങ്ങനെയാവും, ഇങ്ങനെ തന്നെ ഉണ്ടാവും അല്ലെ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് മാറ്റമൊന്നുമില്ല, ഡയറക്ഷൻ ഓഫ് കറണ്ട് താഴേക്കായി. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇതുപോലെ ഓരോന്നും മാറ്റി നോക്കാം. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഔട്ടാണ്, പുറത്തേക്കുള്ള പേപ്പറിലെ പുറത്തേക്കാണെന്ന് വിചാരിക്കുക. അങ്ങനെയുണ്ടാവുക, കണ്ടോ. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കിയാൽ 3 എണ്ണം, ഇത് കൃത്യമായി ഓർമ്മ ഉണ്ടാവണമെന്ന് മാത്രം. ബാക്കിയൊക്കെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. കുറച്ച് നേരം എടുത്തും ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. സെൻട്രൽ ഫിംഗർ കറണ്ട്, 4 ഫിംഗർ ഫീൽഡ്, തമ്പ് ത്രസ്റ്റ് ഓർ ഫോഴ്സ്. ഇതൊരു ഡയറക്റ്റ് പ്രോബ്ലം ആണ്. magnitude of magnetic force per unit length on a wire carrying current of 8 ampere makes an angle of 30 degree with the direction of uniform magnetic field 0.15 ടെസ്ല. മാഗ്നറ്റിക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട് 8 ആംപിയർ, ആംഗിൾ തന്നിട്ടുണ്ട് തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി, മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു 0.15 ടെസ്ലയും തന്നിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു ഐ എൽ ക്രോസ് ബി. ഓർമ്മ വേണ്ട ഇക്വേഷൻ, എഫ് ഇസ് ഈക്വൽ ടു ഐ എൽ ക്രോസ് ബി, ഐ എൽ ബി സൈൻ തീറ്റ, എൽ ഈക്വൽ ടു 1 മീറ്റർ, യൂണിറ്റ് ലെങ്ത് ആണ് കണ്ടോ. ഐ ഈക്വൽ ടു 8 ആംപിയർ, തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി, ബി ഇസ് ഈക്വൽ ടു 0.15 ടെസ്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.6 ന്യൂട്ടൺ എന്ന് കിട്ടും. ചിലപ്പോൾ ഇതിൽ ഇനി ഡയറക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഡയറക്ഷൻ പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക, കറണ്ടിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഡയറക്ഷൻ പറഞ്ഞിരുന്നു എങ്കിൽ നിങ്ങൾ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇവിടെ എഴുതേണ്ടി വരും, ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ എന്നുകൂടി എഴുതിയാൽ മാത്രമാണ് ഉത്തരം പൂർണ്ണമാവുള്ളൂ. മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ മാസ് m, ചാർജ് q, മൂവ്സ് പെർപെൻഡിക്കുലർ ടു b വിത്ത് എ വെലോസിറ്റി v. ഇതുവരെ നമ്മൾ വെലോസിറ്റി വിക്ക് ഒരു ഡയറക്ഷൻ തന്നെ പറഞ്ഞുള്ളൂ. നമ്മൾ പറയാണ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ് മൂവ് ചെയ്യുന്നത് എങ്കിൽ എന്താണ് അതിന്റെ മുകളിലുള്ള ലോറൻസ് ഫോഴ്സ്, എഫ് മാഗ്നറ്റിക് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ, ക്യൂ വി ബി സൈൻ 90, ക്യൂ വി ബി. നമ്മൾ കണ്ടിട്ടുണ്ട് മാക്സിമം ഫോഴ്സ് ഉണ്ടാവും എപ്പോൾ വെലോസിറ്റി മൂവ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അല്ലെ. ഇനി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നോക്കി നോക്കാം നമുക്ക്. ഏതാണ്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നോക്കാം. അപ്പൊ എന്താ കിട്ടുക, എന്താ ഈ പോയിന്റ് നോക്കിക്കോളൂ ആദ്യം. വെലോസിറ്റി അല്ലെ, വെലോസിറ്റി എന്ന് പറയുന്നത് അതേ ഡയറക്ഷനിലാണ് കറണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എടുത്തത്. നമ്മൾ മറ്റേ റൈറ്റ് ഹാൻഡ് എടുത്താലും റെഡി ആവും. ഇവിടെ ചാർജിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ആണത്. അതുകൊണ്ടാണ് ഇവിടെ കുറച്ചുകൂടി എളുപ്പമായിട്ട്, മറ്റേതാവുമ്പോൾ ഇങ്ങനെ കേളിങ് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ആ ഇക്വേഷൻ ആയിട്ട് പോലും എന്ത് തന്നെ എടുത്തത്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ തന്നെ എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എടുക്കുന്നതിന് പകരം എന്തെടുത്താൽ മതി, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ എടുത്താലും മതി. അവിടെ എന്ത് ചെയ്യണം, വെലോസിറ്റിന്റെ ഡയറക്ഷനെ ആരാക്കി എടുക്കണം, കറണ്ടിന്റെ ഡയറക്ഷനാക്കി എടുക്കണം. അപ്പൊ നോക്കിക്കോളൂ, ഇവിടെ എന്താണ്, ഇതാ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ കറണ്ടിന്റെ ഡയറക്ഷനിൽ നമ്മൾ പിടിച്ചു. ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടോ, ഇൻറ്റു ആണ്. അപ്പൊ ഇവിടെ ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ. അപ്പൊ ഫോഴ്സ് ഈ പോയിന്റിൽ ഫോഴ്സ് എങ്ങോട്ട് ഉണ്ടാവുക, മുകളിലേക്ക് ഉണ്ടാകും അല്ലെ. ഇനി ഈ പോയിന്റിൽ നോക്കാം,
വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വീണ്ടും ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാണ് ഉണ്ടാവുക? ഈ ഡയറക്ഷനിലാണ് അല്ലേ. ഇനി ഇവിടെ നോക്കാം. കറണ്ടിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ഉള്ളത്? വീണ്ടും നടുവിലേക്ക് തന്നെ. അപ്പോൾ ഏത് പോയിന്റ് എടുത്താലും എങ്ങോട്ടൊക്കെയാണ് ഫോഴ്സ് ഉണ്ടാവുക? ഒരു സർക്കിളിന്റെ സെന്ററിലേക്കായിട്ടാണ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ വെലോസിറ്റി, ചാർജ് മൂവിങ് പാർട്ടിക്കിള് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ആ പാർട്ടിക്കിള് എന്ത് ഇതിലാണ് മൂവ് ചെയ്യുക? സർക്കുലാർ മോഷനിലാണ്, സർക്കുലാർ പാത്തിലാണ് പാർട്ടിക്കിള് മൂവ് ചെയ്യുക. സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പിക്കുക എന്ത് ഫോഴ്സ് ഉണ്ടാവും? സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ടാവും, ഡയറക്റ്റിംഗ് ടുവേർഡ്സ് ദ സെന്റർ. അപ്പം ആറാണെന്ന് വിചാരിക്കും, ആർ സർക്കുലാർ റേഡിയസിന്റെ, സർക്കുലാർ പാത്തിന്റെ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ് കാണുക? mv²/r. ഇവിടെ mv²/r is equal to qdb. നമ്മൾ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട്, മറ്റേ ഇതിലൊക്കെ ചെയ്യുമ്പോൾ, സർക്കുലാർ മോഷനിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളിത് പലതവണ ചെയ്തതാണ്. qvb is equal to mv²/r. അപ്പോൾ r is equal to mv/qb. ഈ സർക്കുലാർ പാത്തിന്റെ മൂവ് ചെയ്യുക ഒരു സർക്കിൾ, ചാർജ് മൂവ് ചെയ്യുക ഒരു സർക്കിളിലാണ്. ആ സർക്കുലാർ പാത്തിന്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. r is equal to mv/qb. ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ എൻ്റർ ചെയ്താൽ, എങ്ങനെ എൻ്റർ ചെയ്താൽ? പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ് ആയിട്ട്, ഫീൽഡ് ഡയറക്ഷൻ ആയിട്ട് എൻ്റർ ചെയ്താൽ ഇറ്റ് വിൽ ട്രാവൽ അലോങ് എ സർക്കുലാർ പാത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണിത്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നമ്മളത് ഓരോ ഡയറക്ഷനും കാണിച്ചു തന്നതാണ്. എല്ലാ പാർട്ടിക്കിളിനെയും ടുവേർഡ്സ് ദ സെന്ററിലേക്കാണ് ഫോഴ്സ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ ഒരു സർക്കുലാർ മോഷനിലാണ് എക്സിക്യൂട്ട് ചെയ്യുക. If a charged particle enters a uniform magnetic field perpendicular to the field direction, it will travel along a circular path. ഇനി നേരത്തെ ഇക്വേഷനിൽ നിന്ന് റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്ത് r is equal to mv/bq. അതിൽ നിന്ന് എന്തൊക്കെ കിട്ടും? r is proportional to m. മാസ് കൂടിയാൽ റേഡിയസ് കൂടും. ഹെവിയർ ദ പാർട്ടിക്കിൾ ഗ്രേറ്റർ ദ റേഡിയസ്. വെലോസിറ്റി കൂടിയാൽ റേഡിയസ് കൂടും. ഫാസ്റ്റർ ദ പാർട്ടിക്കിൾ ഗ്രേറ്റർ ദ റേഡിയസ്. ബി കൂടിയാൽ r കുറയും. സ്ട്രോങ്ങർ ദ ഫീൽഡ് സ്മോളർ ദ റേഡിയസ്. പിന്നെ ചാർജ് ഒരു കോൺസ്റ്റന്റ് ആണ്, നമുക്കൊരു മാറ്റവും വരുത്താൻ കഴിയില്ല. അപ്പൊ റേഡിയസ് കിട്ടി. ഇനി എങ്ങനെയാണ് ടൈം പീരിയഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയാം? എന്താ ടൈം പീരിയഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ, അല്ലെ, അല്ലെങ്കിൽ വൺ സർക്കുലാർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന ഇക്വേഷനിൽ നിന്ന് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ഒരു സർക്കുലാർ പാത്ത്, ഒരു സർക്കിളിൽ മുഴുവനായുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2πr. ഇപ്പൊ 2πr/b. 2π/v ഇൻറ്റു ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം mv/bq. എന്താ കിട്ടുക? t ഈസ് ഈക്വൽ ടു 2πm. v ക്യാൻസൽ ചെയ്യും ബൈ bq. അതാണ് ടൈം പീരിയഡ്. ടൈം പീരിയഡ് എന്ന് ഫ്രീക്വൻസി എങ്ങനെയാ കാണുക? 1 ടൈം പീരിയഡ്, റെസിപ്രോക്കൽ ഓഫ് ടൈം പീരിയഡിനെയാണ് ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പം 1/t. അപ്പോൾ f is equal to bq/2πm. ഈ ഫ്രീക്വൻസിയാണ് നമ്മൾ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഇൻസ്ട്രുമെന്റിനെ പറ്റി പഠിക്കും. സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിനെ പറ്റി പഠിക്കും. അവിടെ നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. അതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും, ഒരു ഇലക്ട്രിക് ഫീൽഡും. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് കയറുക? ചാർജ് കയറുക. അപ്പോൾ ചാർജ് വിൽ എക്സിക്യൂട്ട് സർക്കുലാർ മോഷൻ വിത്ത് എ ഫ്രീക്വൻസി, സൈക്ലോട്രോൺ വിത്ത് എ ഫ്രീക്വൻസി bq/2πm. അങ്ങനെയാണ് നമ്മൾ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഈ 3 ഇക്വേഷനും പ്രോബ്ലം ചെയ്യാൻ ആവശ്യം ഉണ്ടാവും. r is equal to mv/bq, t is equal to 2πm/bq, f is equal to bq/2πm. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി തന്നിട്ടുണ്ട്. v is equal to 4.8 into 10⁻⁶. 8 റൈറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ θ equal to 90 ഡിഗ്രി ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ വന്നിട്ടുണ്ട് 6.5 ഗോസ് ആണ്. ശ്രദ്ധിക്കണേ. റേഡിയസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ, ഫ്രീക്വൻസിയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് എങ്ങനെയാ കാണുക? mv/bq. എല്ലാം തന്നിട്ടുണ്ടല്ലോ. മാസ് തന്നിട്ടുണ്ട്, ഇലക്ട്രോണിന്റെ ചാർജ് തന്നിട്ടുണ്ട്,
വെലോസിറ്റി തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.042 മീറ്റർ എന്ന് കിട്ടും. അവിടെ ബിക്ക് ശ്രദ്ധിക്കണം, 6.5 g എന്നുള്ളത് ടെസ്ലയിലേക്ക് മാറ്റണം. എന്ന് വെച്ചാൽ എത്രയാണ്? 6.5 × 10⁻⁻⁴ ടെസ്ല. ഇങ്ങനെ ഫ്രീക്വൻസി ആണ് f=bq/2πm. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.82 × 10⁻⁷ ഹെർട്സ് കിട്ടും. ഈ പോർഷനെ പറ്റി മാഷ് ഇങ്ങനെ പറഞ്ഞു പോയതേ ഉള്ളൂ. സർക്കുലാർ മോഷൻ കഴിഞ്ഞിട്ട് ഹെലിക്സ് എന്നുള്ളൊരു വാക്ക് മാഷ് ഉപയോഗിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്നിങ്ങനെ വെറുതെ പറയാം എങ്ങനെയാണ് ഇത് കിട്ടുന്നത്. നേരത്തെ നമ്മൾ കണ്ടു, ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യാണ് അല്ലേ. അപ്പോൾ ബിയും വിയും പെർപെൻഡിക്കുലർ ആണ്, θ = 90 ഡിഗ്രിയാണ്. ഇനി അങ്ങനെയല്ല വിചാരിക്കും, 0 അല്ല 90 അല്ല. പാർട്ടിക്കിള് ഒരു ആംഗിളിലാണ് ബിയുമായി നോക്കുമ്പോൾ, ബിയുടെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനുമായി നോക്കുമ്പോൾ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ ഒരു ആംഗിൾ, ഏതോ ഒരു ആംഗിളിലാണ് എന്ന് വിചാരിക്കും. θ അല്ല 90 ഡിഗ്രിയും അല്ല. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിള് എക്സിക്യൂട്ട് ചെയ്യുന്ന മോഷൻ എന്തായിരിക്കും എന്ന് സ്ഥിരമായി ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? വി ഒരു ഡയറക്ഷനിലാണ് വിത്ത് ബി അല്ലെ. അപ്പൊ വിയെ നമ്മൾ റിസോൾവ് ചെയ്യണം. വി റിസോൾവ് ചെയ്യുക എങ്ങനെയൊക്കെയാ? വി കോസ് തീറ്റ, വി സൈൻ തീറ്റ. വി കോസ് തീറ്റ പാരലൽ ടു ദ ഫീൽഡ്, പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ചിത്രം നോക്കിയാൽ തന്നെ വളരെ കൃത്യമാണ്. ഈ ഡയറക്ഷനിലാണ് വി, കണ്ടോ? ബി വി ഇങ്ങനെയും അല്ല വി, ഇങ്ങനെയും അല്ല വി. അപ്പൊ ഒരു ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മൾ വിയെ റിസോൾവ് ചെയ്യും. വി കോസ് തീറ്റ, വി സൈൻ തീറ്റ ആയിട്ട്. വി കോസ് തീറ്റ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, വി സൈൻ തീറ്റ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പെർപെൻഡിക്കുലർ കമ്പോണന്റ് പാർട്ടിക്കിളിനെ മുകളിലേക്ക് ഇങ്ങനെ തള്ളും. അതായത് സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ നിർബന്ധിക്കും. ആര്? പെർപെൻഡിക്കുലർ കമ്പോണന്റ്. അപ്പൊ ഈ പാരലൽ കമ്പോണന്റ് എന്ത് ചെയ്യും? ആ പാർട്ടിക്കിളിനെ മുന്നോട്ട് തള്ളും. ഒരാൾ മുകളിലേക്കും തള്ളും, ഒരാൾ മുന്നോട്ടേക്കും തള്ളും. അപ്പോൾ പാർട്ടിക്കിള് നിന്നിടത്ത് നിന്ന് തിരിയാതെ എന്ത് ചെയ്യും? ആ തിരിയുന്നത് ഇങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങും. അതായത് ഒരു സ്പ്രിങ് വലിച്ചു നീട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഉണ്ടാവും. ഒരു സർക്കിളിന് പകരം കോൺസിക്യൂട്ടീവ് സർക്കിൾസ് ആയിട്ട് സർക്കിളും എക്സിക്യൂട്ട് ചെയ്യും, മുന്നോട്ടേക്ക് നീങ്ങും. അത്തരം മോഷനെയാണ് നമ്മൾ ഹെലിക്കൽ മോഷൻ എന്ന് പറയുക. കണ്ടോ? പെർപെൻഡിക്കുലർ കമ്പോണന്റ് മേക്സ് ദ പാർട്ടിക്കിൾ ടു മൂവ് ഇൻ സർക്കുലാർ പാത്ത് ആൻഡ് പാരലൽ കമ്പോണന്റ് മേക്സ് ഇറ്റ് ടു മൂവ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. റിസൾട്ടന്റ് മോഷൻ വിൽ ബി ഹെലിക്കൽ. അപ്പോൾ വെലോസിറ്റിയും ബിയും തമ്മിലുള്ള ഡയറക്ഷൻ 90 ഡിഗ്രി ആണെങ്കിൽ സർക്കുലാർ മോഷനും, ഇൻ ആൻ ആംഗിൾ ആണെങ്കിൽ വേറെ ഏതോ ഒരു ഡിഗ്രിയിലാണെങ്കിൽ ഹെലിക്കൽ മോഷനുമാണ് പാർട്ടിക്കിള് എക്സിക്യൂട്ട് ചെയ്യുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. റേഡിയസ് ഓഫ് ദ ഹെലിക്കൽ പാത്ത്. ഹെലിക്കൽ പാത്തിന്റെ റേഡിയസ്, സർക്കിളിനാണല്ലോ റേഡിയസ് ഉണ്ടാവുക. അപ്പൊ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്ന ആളാരാ? വി പെർപെൻഡിക്കുലർ അല്ലെ. അപ്പൊ R = mv/qb എന്നുള്ള ഇക്വേഷനിൽ വി പെർപെൻഡിക്കുലർ എന്നാക്കണം. അപ്പം mv sin θ ആരാ പെർപെൻഡിക്കുലർ കമ്പോണന്റ്? വി സൈൻ θ ആണ്. mv sin θ/qb എന്നാവും. പീരിയഡ് ഓഫ് സർക്കുലാർ മോഷൻ, വീണ്ടും സർക്കുലാർ മോഷൻ ആണ്. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ നടത്താനുള്ള സമയമാണ്. 2πr/v എന്നുള്ളത് വി പെർപെൻഡിക്കുലർ എന്നാക്കണം. 2π/v sin θ into mv sin θ/qb. ഇപ്പൊ എന്താ കിട്ടുക? 2πm/qb എന്ന് കിട്ടും. ഡിസ്റ്റൻസ് മൂവ്ഡ് അലോങ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇൻ വൺ റൊട്ടേഷൻ ഈസ് കോൾഡ് പിച്ച്. ഇതൊരു ഇമ്പോർട്ടന്റ് വാക്കാണ് കേട്ടോ. പിച്ച് ഓഫ് എ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന, ഈ ചിത്രം നോക്കിക്കോളൂ. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട്, കണ്ടോ, ഇവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ അല്ലല്ലോ എത്തിയത്. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ്, ഇവിടെ എത്തുമ്പോഴാണ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആവണം. പക്ഷെ അപ്പോഴേക്കും പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇത്രയും ദൂരം നീങ്ങിയിട്ടുണ്ട്. ഈ ദൂരത്തെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ വൺ റൊട്ടേഷൻ ഈസ് കോൾഡ് പിച്ച്. പി ഓഫ് ദി ഹെലിക്സ്. മോഷൻ അലോങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ പറയുന്നത് പിച്ച്, ഈ പിച്ചിനുള്ള വാല്യൂ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പിച്ചിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ മോഷൻ ഉണ്ടാക്കിയത് ഏത് കമ്പോണന്റാ? പാരലൽ കമ്പോണന്റ്. അതായത് വി കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ് ആ മോഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ആണ്. നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ, വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിലെ ഡിസ്റ്റൻസ് ബൈ ടൈമിലെ അതേ ഇക്വേഷൻ, ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ആ വെലോസിറ്റിക്ക് പകരം ആരെഴുതണം? വി കോസ് തീറ്റ ഇൻറ്റു ടൈം എന്ന് എഴുതണം. ടൈം പീരിയഡ് എന്ന് എഴുതണം. അപ്പൊ വി കോസ് തീറ്റ ഇൻറ്റു ടൈം പീരിയഡ് തൊട്ട മുകളിൽ കണ്ടുവച്ചിട്ടുണ്ടല്ലേ 2πm/qb.
v cos theta into 2 pi m by qb 2 pi m v cos theta by qb. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഹെലിക്സ് എന്നുള്ള വാക്ക് ഓർത്ത് വെക്കണം. ഒരു ആംഗിളിലാണ് കയറുന്നതെങ്കിൽ ഹെലിക്സിലായിട്ടാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുക. ഹെലിക്സ് എന്നുള്ള വാക്ക് പിച്ച് എന്നുള്ള വാക്ക് കമ്പോണൻസ് ആക്കി, വെലോസിറ്റിയെ കമ്പോണൻസ് ആക്കി മാറ്റി. സൈൻ തീറ്റ കമ്പോണന്റ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്, കോസ് തീറ്റ കമ്പോണന്റ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് മാഷ് ക്ലാസ്സിൽ അസൈൻമെന്റ് ആയിട്ട് തന്ന പ്രോബ്ലം. വായിച്ചു നോക്കാം. സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ കണ്ടക്ടിംഗ് റോഡ് ഓഫ് ലെങ്ത് 0.45 മീറ്റർ ആൻഡ് മാസ് 60 gram ഈസ് സസ്പെൻഡഡ് ബൈ 2 വെർട്ടിക്കൽ വയേഴ്സ് അറ്റ് ഇറ്റ്സ് എൻഡ്സ്. എന്നുവെച്ചാൽ എന്താ പറഞ്ഞത്? ഒരു കണ്ടക്ടിംഗ് റോഡ്, അതിൻ്റെ ലെങ്ത് 0.45 മീറ്റർ ആണ്, മാസ് 60 gram ആണ്. അതിനെ 2 വെർട്ടിക്കൽ വയർ ഉപയോഗിച്ച് കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ഊഞ്ഞാലൊക്കെ പോലെ ഉണ്ടാവും. എന്നിട്ട് ആ കണ്ടക്ടറിലൂടെ 5 ആംപിയർ കറണ്ട് കടത്തിവിടുക. A current of 5 ampere is set up in the rod through the wires. ആ കണക്ട് ചെയ്ത വയറിലൂടെ 5 ആംപിയർ കടത്തി വിടുമ്പോൾ അത് കണ്ടക്ടറിലൂടെയും കടന്നു പോകും. വാട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ബി സെറ്റ് അപ്പ് നോർമൽ ടു ദ കണ്ടക്ടർ ഇൻ ഓർഡർ ദാറ്റ് ദ ടെൻഷൻ ഇൻ ദ വയർ ഈസ് 0. അപ്പോൾ എന്താ സംഭവിക്കുക? മുകളിൽ നിന്ന് താഴേക്ക് കറണ്ട് വരുമ്പോൾ ഇതിനെ താഴേക്ക് ഒരു തള്ളിച്ച ഉണ്ടാവും. അപ്പോൾ ചോദ്യം ഇതാണ്, ആ താഴേക്കുള്ള തള്ളിച്ച ഒഴിവാക്കാൻ വേണ്ടി താഴെ നിന്ന് മുകളിലേക്ക് എന്ത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കണം എന്നാണ് ചോദ്യം. ആദ്യം ഒന്ന് നോക്കാം. മാസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, കറണ്ടും തന്നിട്ടുണ്ട്. ആ തള്ളിച്ച, അതായത് ടെൻഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ, ഇഫ് ദർ വിൽ ബി നോ ടെൻഷൻ ഇൻ ദ സപ്പോർട്ടിംഗ് വയേഴ്സ്, ഈ ഫോഴ്സ് ഓൺ ദ മാഗ്നറ്റിക് ഫീൽഡ്, താഴെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനാണല്ലോ കൊടുക്കുന്നത്, ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സ് ആർക്ക് ഈക്വൽ ആയിരിക്കണം? എഫ് എങ്ങനെ കണ്ടുപിടിക്കുക? IL ക്രോസ് ബി, ILB വെയിറ്റിന് ഈക്വൽ ആയിരിക്കണം. ഇതിനെ താഴേക്ക് തള്ളുക എന്ന് പറയുന്നത് ആ വെയിറ്റ് കൊണ്ടാണ് താഴേക്ക് ഉണ്ടാവുക. അപ്പൊ താഴേക്കുള്ള തള്ളിനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് കൊടുക്കുക. അപ്പൊ ആ mg ക്യാൻസൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം ആരുണ്ടാവേണ്ടത്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവേണ്ടത്. അപ്പൊ എന്താണ്? അതാണ് ഇക്വേഷൻ. എന്താ? ILB ഈക്വൽ ടു mg, b ഈക്വൽ ടു എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ വാല്യൂസ് കിട്ടും. ഇനി ഡയറക്ഷൻ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇതിന്റെ ഡയറക്ഷൻ പറയണല്ലോ. എന്താണ്? കറണ്ട് ത്രൂ ദ ഹൊറിസോണ്ടൽ റോഡ് ഫ്ലോസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇതിൽ ഡയറക്ഷൻ തന്നിട്ടില്ല, ഇവര് അസ്യൂം ചെയ്തതാണ്. ഡയറക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ഇഫ് ദ കറണ്ട് ത്രൂ ദ ഹൊറിസോണ്ടൽ റോഡ് ഫ്ലോസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എൻഡ് അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഇതല്ലേ? ലെഫ്റ്റ് ടു right end, according to Fleming's left hand rule, magnetic field should be applied perpendicular to the plane of the paper and in inward direction. ഇതല്ലേ ഫോഴ്സ്? ഇതിനെയാണല്ലോ ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഇതാണ്, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതുമാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇൻ ടു ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ ആയിരിക്കും. ഇനി ഡയറക്ഷൻ എഴുതാൻ കഴിഞ്ഞിട്ടില്ല, അത് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോൾവ് ചെയ്യാനുള്ള പാർട്ടെങ്കിലും ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ ഭാഗം എന്താണ്? ടോട്ടൽ ടെൻഷൻ ഇൻ ദ വയേഴ്സ് ഇഫ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇസ് റിവേഴ്സ്ഡ്. ഡയറക്ഷൻ ഓഫ് കറണ്ട് റിവേഴ്സ് ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡിനെ പക്ഷെ അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പൊ കണ്ടോ, അവിടെ നമ്മൾ പറഞ്ഞ ഡയറക്ഷന് വലിയ പ്രസക്തി ഉണ്ട്. അപ്പൊ ഡയറക്ഷൻ ഓഫ് കറണ്ട് റിവേഴ്സ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് അതുപോലെ തന്നെ വെക്കുകയാണ്, മാറ്റമില്ലെങ്കിൽ. ഫോഴ്സ് ഓൺ ദ റോഡ് വിൽ ആക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെയിറ്റ്. നേരത്തെ ഓപ്പോസിറ്റ് ആയിട്ട് ഡയറക്ഷൻ ഓഫ് വെയിറ്റിന് ആക്ട് ചെയ്തിരുന്നത് ILB ഈക്വൽ ടു mg എന്ന് എഴുതാൻ പറ്റിയിരുന്നത് ഇപ്പൊ എന്തായി? ILBയും mgയും ഒരേ ഡയറക്ഷനിലായി. അപ്പൊ ടെൻഷൻ എന്തായിട്ട് മാറും? ആഡ് ചെയ്യും. ILB പ്ലസ് mg ഈക്വൽ ടു 1.175 ന്യൂട്ടൺ. ആദ്യം കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കുക. വീണ്ടും പറയാം, സോൾവ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ, ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതുപോലെയുള്ള കുറച്ച് ഹയർ ലെവലിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുകയായിരിക്കും നന്നാവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.